ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികളെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും കൂടുതൽ സംഭാവന നൽകാൻ അവർക്ക് സാധിക്കുമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ഭാവി ബയോടെക് മേഖലയിലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിൽ വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സഹമന്ത്രി തുടക്കം കുറിച്ചു. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന് കീഴിൽ സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഈ വർഷം ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കി സർക്കാർ ഉത്തരവായി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും കൂടുതൽ സംഭാവന നൽകാൻ അവർക്ക് സാധിക്കുമെന്ന് ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ. കോട്ടയം ചങ്ങനാശ്ശേരി സെന്റ് ബെർഗ്മാൻസ് കോളേജിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഒരാളെ സ്വയം പര്യാപ്തനാക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. If you shape a student when he is very young in the rightful way, then his contribution to the society and the nation will be immense. I am told that the motto of the college, Caritas Ora Nobilitas, which translates into charity, is nobility. വിദ്യാഭ്യാസം രാജ്യപുരോഗതിക്ക് അനിവാര്യമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. നയങ്ങൾ കൊണ്ട് മാത്രം ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനാവില്ല എന്നും എസ്.ബി. കോളേജ് പോലുള്ള സ്ഥാപനങ്ങളാണ് അവയ്ക്ക് കരുത്തും ദിശാബോധവും നൽകുന്നതെന്നും ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. മന്ത്രി വി.എൻ. വാസവൻ, കൊടിക്കുന്നിൽ സുരേഷ് എം.പി. തുടങ്ങിയവരും സംബന്ധിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് ഉപരാഷ്ട്രപതി ഇന്ന് കേരളത്തിലെത്തിയത്. തൃശൂരിലെ ദേവമാതാ സി.എം.ഐ. പബ്ലിക് സ്കൂളിൽ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം ശ്രീ സി.പി. രാധാകൃഷ്ണൻ നാളെ നിർവഹിക്കും. തുടർന്ന് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. 14 വയസ്സുള്ള പെൺകുട്ടികൾക്കായുള്ള ഗർഭാശയഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ അജ്മീറിൽ തുടക്കം കുറിച്ചു. ഏകദേശം 1.15 കോടി പെൺകുട്ടികൾക്കാണ് വാക്സിനേഷൻ നൽകുന്നത്. സംസ്ഥാനത്തും HPV വാക്സിനേഷൻ യജ്ഞത്തിന് ഇന്ന് തുടക്കമായി. ആഗോള സെമി കണ്ടക്ടർ ശൃംഖലയുടെ ഭാഗമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ സാനന്ദിലെ മൈക്രോൺ സെമി കണ്ടക്ടർ ടെക്നോളജിയുടെ സെമി കണ്ടക്ടർ അസംബ്ലി, ടെസ്റ്റ് ആന്റ് പാക്കേജിംഗ് ഫെസിലിറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. आज सानंद में हम नए भविष्य का उदय होते देख रहे हैं. माइक्रोन की इस ATMP फैसिलिटी में कॉमर्शियल प्रोडक्शन की शुरुआत ग्लोबल टेक्नोलॉजी वैल्यू चेन में भारत की भूमिका को मजबूत करने वाली है. साथियों, आज भारत बहुत तेजी से ग्लोबल सेमीकंडक्टर वैल्यू चेन का हिस्सा बन रहा है. ഇന്ന് രാത്രിയോടെ ചെന്നൈയിലെത്തുന്ന പ്രധാനമന്ത്രി നാളെ പുതുച്ചേരിയിലും മധുരയിലും വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ഉന്നമനത്തിനും സമഗ്ര ശാക്തീകരണത്തിനുമായി കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ കീഴിൽ സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സൊസൈറ്റിയുടെ സംഘടനാ പ്രമാണവും നിയമാവലിയും അംഗീകരിക്കാനും തീരുമാനിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ വിവിധ തസ്തികയിലെ കരാർ ജീവനക്കാരുടെ വേതനത്തിൽ 2025 ഏപ്രിൽ 1 മുതൽ 10% വർദ്ധനവ് പ്രാബല്യത്തിൽ വരുത്താനും തീരുമാനിച്ചു. പോലീസ് വകുപ്പിൽ 51 അധിക തസ്തിക സൃഷ്ടിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കി സർക്കാർ ഉത്തരവായി. നാഷണൽ പെൻഷൻ സ്കീമിന് പകരമായി അഷ്വേർഡ് പെൻഷൻ സ്കീം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് മിനിമം പെൻഷൻ ഉറപ്പാക്കുന്ന അഷ്വേർഡ് പെൻഷൻ സ്കീം ഈ വർഷം ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് ഉത്തരവിറക്കിയത്. കേരളത്തിന്റെ അപൂർവ രോഗ സംരക്ഷണ പദ്ധതിയായ കെയറിന്റെ ഭാഗമായി വില കൂടിയ റിസ്ബി പ്ലാം മരുന്ന് പിന്തുണ 25 വയസ്സുവരെയാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. 12 വയസ്സുവരെ നൽകിയിരുന്ന മരുന്നാണ് 25 വയസ്സുവരെ ആക്കിയത്. ജനിതക പരിശോധനയിലൂടെ SMA ടൈപ്പ് 2 സ്ഥിരീകരിച്ച രോഗികളെയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം നാളെ നടക്കും. രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 178 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീട് നൽകുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഭാവി ബയോടെക് മേഖലയിലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. തിരുവനന്തപുരം ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിൽ വാർഷിക ശാസ്ത്രദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബയോടെക്നോളജി നയം ഉള്ള ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. We have a new chain of biofoundries in biomanufacturing. We've gone up to rank 3 in Indo-Pacific, and globally we are ranked 12 or 13. And very recently in the new budget also you found the announcement of a biopharma Shakti mission. ക്യാമ്പസിൽ റീകോമ്പിനന്റ് സെല്ലുകൾക്കും സെൻസറുകൾക്കുമുള്ള ദേശീയ സംവിധാനം നാടിന് സമർപ്പിച്ച കേന്ദ്ര സഹമന്ത്രി ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൌകര്യത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചു. രാവിലെ ഭാരതീയ വിചാരകേന്ദ്രം സ്ഥാപക ഡയറക്ടറും ചിന്തകനുമായിരുന്ന പി പരമേശ്വരന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തു. ഇസ്രായേലിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. താമസ സ്ഥലത്തിനടുത്തുള്ള ഷെൽട്ടറുകളിൽ തുടരണമെന്നും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. അടിയന്തര സഹായത്തിന് +97154752071 എന്ന നമ്പറിലോ cons1.telaviv@mea.gov.in എന്ന ഇമെയിലിലോ ബന്ധപ്പെടുക. അതേസമയം ഇറാനിലെ ദക്ഷിണ മേഖലയിലെ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 40 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ദുബായിലെ കോൺസുലേറ്റ് ജനറൽ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. അടിയന്തര അന്വേഷണങ്ങൾക്ക് 800-46-342 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാമെന്ന് എംബസി അറിയിച്ചു. +9715430905571 എന്ന വാട്സാപ്പ് നമ്പറിലും ബന്ധപ്പെടാം. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. +91-8801-201-2345 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യയിൽ നിന്നും 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പൌരന്മാർ അതത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളുടെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് എയർ ഇന്ത്യ മേഖലയിലെ വിവിധ ഇടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചു. ഇൻഡിഗോ ഇന്ന് രാത്രി വരെയുള്ള സർവീസുകൾ നിർത്തിവച്ചു. വിവിധ അന്താരാഷ്ട്ര ഫ്ളൈറ്റുകൾ തടസ്സപ്പെടുകയോ വൈകി സർവീസ് നടത്തുകയോ ചെയ്യാമെന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അറിയിച്ചു. കരിപ്പൂർ, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളും തടസ്സപ്പെട്ടിട്ടുണ്ട്. യാത്രയ്ക്ക് മുന്നോടിയായി അതത് എയർലൈൻ വെബ്സൈറ്റുകൾ പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. ശ്രീലങ്കയിലെ പല്ലേക്കലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം മത്സരം ആരംഭിക്കും. തീരദേശവാസികൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കും വീട്ടു നമ്പർ അനുവദിക്കുന്നത് സംബന്ധിച്ച് പഠിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായി സർക്കാർ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി, പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എന്നിവരടങ്ങുന്നതാണ് സമിതി. ഈ മാസം 24-ലെ മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാർത്ഥികളെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും കൂടുതൽ സംഭാവന നൽകാൻ അവർക്ക് സാധിക്കുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ ഭാവി ബയോടെക് മേഖലയിലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിൽ വിവിധ പദ്ധതികൾക്ക് കേന്ദ്ര സഹമന്ത്രി തുടക്കം കുറിച്ചു. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന് കീഴിൽ സുശക്തി എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ഈ വർഷം ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷൻ ഉറപ്പാക്കി സർക്കാർ ഉത്തരവായി. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. 2020 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8-ൽ ഇന്ന് ശ്രീലങ്ക പാകിസ്ഥാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.